കഥാവായി യേശുവിന്റെ നിസ്തുല തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. നെഹമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, യഹോവയെങ്കിലെ സന്തോഷം എൻ്റെ ബലം, ആകയാൽ നിങ്ങൾ ദുഃഖിക്കരുത്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ എല്ലാ മനുഷ്യർക്കും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സന്തോഷിക്കുക എന്നുള്ളത്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ജയിലിൽ കിടക്കുമ്പോൾ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, നിങ്ങൾ എപ്പോഴും സന്തോഷിപ്പിൻ. ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു, നിങ്ങൾ സന്തോഷിപ്പിൻ. ആ ജയിലിൽ കിടക്കുന്ന പൗലോസ് പറയുകയാണ്, സന്തോഷിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ എന്ന്. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് പലപ്പോഴും സന്തോഷിക്കുവാൻ കഴിയുന്നില്ല, ഒരു കാര്യത്തിൽ സന്തോഷിക്കുവാൻ കഴിയുന്നില്ല. അങ്ങനെ നാം സന്തോഷിക്കാതിരിക്കുമ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരാളുണ്ട്, അതാണ് നമ്മുടെ ശത്രുവായിരിക്കുന്ന പിശാച്. സാത്താൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ സന്തോഷത്തെ മോഷ്ടിച്ച് കളയുക, നമ്മുടെ മുഖം എപ്പോഴും ആടിയതായിരിക്കുക, ദുഃഖിച്ചിരിക്കുക, സങ്കടപ്പെട്ടിരിക്കുക, അങ്ങനെയെല്ലാമാണ് പിശാച് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പക്ഷേ വചനത്തിൽ പറയുന്നു, യഹോവയെങ്കിലെ സന്തോഷം നമ്മുടെ ബലം. നാം ദുഃഖിച്ചിരിക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യുവാൻ ബലമില്ലാതാകുന്നു, നമ്മുടെ മനസ്സ് തളർന്നു പോകുന്നു, നമുക്ക് ഭക്ഷണം കഴിക്കുവാനോ നേരായി ഉറങ്ങുവാനോ ഒന്നും കഴിയാതെ നാം ആകെ വിഷാദത്തിലേക്ക് പോകുന്നു. ഇന്ന് പലർക്കും അങ്ങനെ ആ വിഷാദത്തിലേക്ക് പോയി ഡിപ്രഷനാണ്, മെഡിസിൻ എടുക്കണം. പക്ഷേ ഇവിടെ വചനത്തിൽ നമുക്കൊരു മരുന്ന് തരുന്നു, യഹോവയെങ്കിലെ സന്തോഷം നമ്മുടെ ബലം. അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ, പിശാചും മനുഷ്യനും പലതും നമ്മുടെ ജീവിതത്തിന് നേരെ കൊണ്ടുവയ്ക്കുമ്പോൾ നിങ്ങൾ വചനം പറയണം, ഞാൻ ദൈവത്തിൽ സന്തോഷിക്കും, കാരണം എനിക്കൊരു ദൈവമുണ്ട്, അവൻ എൻ്റെ പിതാവാണ്, ആ ദൈവം എന്നെ നന്നായി അറിയുന്നു, എന്നെ ഒരു നാളും കൈവിട്ട് കളയുകയില്ല. ആ ഒരു ഉറപ്പ് ഹൃദയത്തിൽ വന്നാൽ അത് നിങ്ങളുടെ മുഖത്തൊരു സന്തോഷമായി വ്യാപരിക്കണം. അത് കാണുമ്പോൾ പിശാച് നിങ്ങളെ വിട്ട് ഓടിപ്പോകുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നിങ്ങൾ ആരെങ്കിലും വിഷാദിച്ചിരിക്കുകയാണെങ്കിൽ വചനം വായിക്കുക, മനഃപൂർവ്വമായി ചിരിക്കുവാൻ ശ്രമിക്കുക. നാം ഇങ്ങനെ സയൻസ് എല്ലാം പറയുന്നു, നമ്മുടെ അധരങ്ങൾ നമ്മൾ ചിരിക്കുന്നത് പോലെ കാണിച്ചാൽ തലച്ചോറിന് തോന്നും നമ്മൾ സന്തോഷിക്കുകയാണെന്ന്, അപ്പോൾ നമ്മിലേക്കൊരു സന്തോഷം വരുമെന്ന് പറയുന്നു. അതുകൊണ്ട് മനഃപൂർവ്വമായി ചിരിക്കുക. ആ ഒരു സന്തോഷം നമ്മുടെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുവാൻ, നമ്മുടെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുവാൻ, അതിനെല്ലാറ്റിനേക്കാളും ഉപരിയായി ഒരു നന്മയുള്ള ദൈവ പൈതലായി മാറുവാൻ നമ്മെ നിശ്ചയമായും സഹായിക്കുക തന്നെ ചെയ്യും. ഈ വചനത്താൽ നിങ്ങളെല്ലാവരും ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ.